യെസ്, എന്തായാലും നമ്മുടെ സുനിൽ ഛത്രി പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കാര്യം എന്താണ് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ നിങ്ങളൊരു സുനിൽ ഛത്രി ആരാധകരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സോ എന്തായാലും നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെജൻഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 ലെജൻഡ് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സുനിൽ ഛത്രിയുടെ പേര് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം 96 ഗോളുകളാണ് അദ്ദേഹം ഇൻ്റർനാഷണൽ ലെവലിൽ അടിച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, സുനിൽ ഛത്രി നമ്മുടെ ISL നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. അതായത് ഞാനിത് സന്തോഷിക്കുകയാണ്, ISL കുറച്ചുകൂടെ നാളത്തേക്ക് നീട്ടിയത്, തുടങ്ങാനുള്ള ഡേറ്റ് കുറച്ചുകൂടെ നാളത്തേക്ക് മുന്നോട്ട് നീട്ടിയത് ഞാൻ സന്തോഷിക്കുകയാണെന്നാണ് സുനിൽ ഛത്രി പറയുന്നത്. ഇതിന് കാരണമാണ് അദ്ദേഹം പറയുന്ന കാര്യം, ഞാനിപ്പോൾ ഔട്ട് ഓഫ് ഷേപ്പാണ്, ഞാനിപ്പോൾ വെക്കേഷനിലാണ്, ഞാൻ വെക്കേഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കറക്റ്റായിട്ടൊന്നും ഫുഡ് കഴിക്കുന്നില്ല, കറക്റ്റായിട്ടൊന്നും വ്യായാമം ചെയ്യുന്നില്ല, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. സോ എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ, അതായത് ISL നീട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്താ പറയുക, കുറച്ചുകൂടി സമയമെടുത്ത് ട്രെയിൻ ചെയ്ത് കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് സുനിൽ ഛത്രി പറയുന്നത്. അതുപോലെ തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഫുട്ബോൾ ഒരിക്കലും നിലയ്ക്കില്ല, അത് കണ്ടിന്യൂ ചെയ്ത് തന്നെയായിരിക്കും. എന്തായാലും ISL തിരിച്ചു വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പഴയതിനെക്കാട്ടി ശക്തിയോടെ ISL വിൽ ബി ബാക്ക്, അല്ലെങ്കിൽ ഫുട്ബോൾ ഈസ് ബാക്ക്, ഇന്ത്യൻ ഫുട്ബോൾ ഈസ് ബാക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഫൈനലി മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ബിജോയ് പഞ്ചാബ് എഫ്സിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും പഞ്ചാബ് FC വളരെ മികച്ചൊരു സൈൻ നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബിജോയെ വിട്ട് കളഞ്ഞത്? സ്റ്റിൽ എനിക്കറിയാത്തൊരു കാര്യം തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ താരങ്ങളെ ആവശ്യമുണ്ട്, വളരെ മികച്ച താരങ്ങളെ ആവശ്യമുണ്ട്. സോ ആ ഒരു സമയത്തും ബിജോയ് എന്തുകൊണ്ട് വിട്ട് കളഞ്ഞു? ഇൻ്റർകാഷിക്ക് വേണ്ടി വേറെ ഒരു പെർഫോമൻസാണ് കഴിഞ്ഞ സീസൺ അദ്ദേഹം കാഴ്ചവെച്ചത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക.